ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ഇൻസൈഡ്. അപ്പോൾ നമുക്ക് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങാം. എന്ന് പറഞ്ഞ ഗെയിം ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ഗെയിം ആദ്യമായിട്ട് ഞാൻ ഇൻസൈഡ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കണു. നമുക്ക് എന്നാൽ തുടങ്ങാം. ഇൻസൈഡ് കുഞ്ഞിറക്കൻ്റെ ഗെയിമാണെന്ന് തോന്നുന്നു. ചെറുക്കൻ്റെ ഗെയിം നല്ല ഹൊററാന്ന് തോന്നുന്നു. പേടിപ്പിക്കണ ഗെയിമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കളിക്കണ കണ്ടുണ്ട്, അത് കാരണം കയറ്റിയതാ. ഇതെങ്ങനെയാവും? ഓ, നമ്മൾ ഈ ചാടണം ഇതൊക്കെ. ഇത് 2D ഗെയിം ആട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പം എനിക്ക് നേരെ മാത്രം ഓടാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഓപ്പൺ വേൾഡ് ഗെയിമല്ല. ഗെയിമിൻ്റെ ഇതൊന്നും എനിക്ക് മറ്റേതൊന്നും അറിയാൻ പാടില്ല. എന്തിൻ്റെ ബേസ് ആയിട്ടുള്ള ഗെയിമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അടിയിൽക്കൂടെ പോയി എങ്ങനെ സംഭവം എനിക്ക് മനസ്സിലാവുള്ളൂ. അവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരോ പേടിച്ച് ഓർഡർ ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അവൻ തന്നെ കുഞ്ഞാണ്, ഞാൻ കുഞ്ഞതല്ല. അത് തന്നെ കുഞ്ഞതാണ്. ഇത് നമ്മൾ മനുഷ്യന്മാരുടെ അടുത്തിട്ട് അധികം ഇതാവണ്ടാ തോന്നുന്നു. അവിടെ നിൽക്കണ്ട്, അവൻ തന്നെ കുഞ്ഞു കേട്ടോ. ഞാൻ അല്ല അതെ. ടോർച്ച് അടിച്ച് നോക്കണ്. എന്താ സംഭവം എന്ന് മനസ്സിലാണല്ലോ. ഭയങ്കര ഹൊററാന്ന് തോന്നുന്നു. ഇപ്പം അവന്മാർ അങ്ങോട്ട് പോയി, നമുക്ക് വേഗം ഓടാം. ഓടി 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 എന്താ ഉള്ളതെന്ന് സംഭവം ശരിക്കും എനിക്ക് അറിയാൻ പാടില്ല എന്താ സംഭവം. എന്നാ നടക്കാം. ഇതോനി ഫ്രിഡ്ജ് നീക്കണം എന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഫ്രിഡ്ജ് നീക്കണിരിക്കും. ഫ്രിഡ്ജ് എങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഫ്രിഡ്ജ് എങ്ങനെ പിടിക്കും? എനിക്കല്ലെങ്കിൽ ചാടി നോക്കാം. നേരെ ചാടി നോക്കാം. പത്തണ ഇതെങ്ങനെ പിടിക്കും ഫ്രിഡ്ജിനെ? ഗൈസ് എനിക്കൊന്ന് പത്തണ. എനിക്ക് ചാടാൻ പറ്റണ്ട്, ഇങ്ങോട്ട് തിരിയാനും പറ്റണ്ട്. ലെഫ്റ്റ് ക്ലിക്ക് വയ്ക്കുക, റൈറ്റ് ക്ലിക്ക് വയ്ക്കുക. മനസ്സില്ല എന്താ ചെയ്യേണ്ടത് മനസ്സിലാവണല്ലോ. ഇനി ഇങ്ങോട്ട് തന്നെയാണ് പോകണ്ടേ? നമുക്ക് പുറകേട്ടൊന്ന് പോയോക്കാം. പുറകേട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എനിക്ക് നീക്കാൻ പറ്റില്ല. ഒന്നുകൂടെ ആ പുറകെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നേ. നമുക്കൊന്ന് ഇത് നീക്കാൻ നോക്കാം. ഫ്രിഡ്ജൊക്കെ ഇവനോട് നീങ്ങുമോ? ഇവനെന്താ നീങ്ങുമെന്ന് എനിക്ക് തോന്നല്ല. ഇതെങ്ങനെ നീക്കും എനിക്ക് മനസ്സിലാവണല്ലോ. മാത്രം എനിക്ക് മനസ്സിലാവണല്ലോ. എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എങ്ങനെ നീക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് പുറകേട്ട് നിന്ന് നോക്കാം. എനിക്ക് തോന്നല്ല ആ ഫ്രിഡ്ജ് നീക്കുമെന്ന് തോന്നല്ല. പുറകെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പുറകെ ഒന്നുമില്ല. നമുക്കൊന്ന് നേരെ തന്നെ പോയി നോക്കാം. ഫ്രിഡ്ജ് നീക്കണം എന്ന് തോന്നുന്നു. ഫ്രിഡ്ജ് ഇങ്ങനെ നീക്കുന്നൊരു പിടിയില്ല. ഒന്നീ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. ഫ്രിഡ്ജ് നീക്കണമെങ്കിൽ നമുക്ക് നോക്കണം. ഫ്രിഡ്ജ് നീക്കാൻ പറ്റില്ലാന്നേ. ഫ്രിഡ്ജ് നീക്കണം എങ്ങനെയാ? എൻ്റർ കിട്ടുക വന്നില്ല, സ്പേസ് കിട്ടുക വന്നില്ല, കൺട്രോൾ കിട്ടുക വന്നില്ല. ആ കൺട്രോൾ കിട്ടുക വന്നിട്ടാ. ഓ, ഫ്രിഡ്ജ് നീക്കാൻ പറ്റില്ല. നമുക്ക് മറച്ചിട്ട് നീക്കാം. ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഇങ്ങനെ പൊക്കോണ്ട് പോകണം എങ്ങനെയാണെന്ന് വിചാരിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ കയറി. അവൻ്റെ കാലൊടിയിൽ അങ്ങനെയൊക്കെ ചാടിയാ. നമുക്കന്ന് പതിയെ പോവാം. അമ്മമാരവിടെയാണ്, വേഗം പോവാം. സീനാവോ ഗൈസ്? നമുക്ക് ആ പട്ടി കണ്ടാൽ നമുക്ക് നല്ല പണി കിട്ടും. പട്ടി നല്ല സ്പീഡിൽ ഓടും നമ്മളെ. നമുക്ക് ഒന്ന് ഓടാം. ഓടാം ചാടി.
നേരെ ചാടാൻ പറ്റില്ല, ഇവിടെ നിന്ന് ചാടാൻ പറ്റുള്ളൂ തോന്നുന്നു. ചാടി പറ്റിയില്ല. ഇനി എങ്ങടാ കൊണ്ട് നമ്മൾ എനിക്കിത് മനസ്സിലാവണല്ല. എൻ്റെ മണ്ടേട്ടാണ് കയറണ്ടേ. എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാവണല്ലോ. എനിക്ക് തോന്നണു ഈ സാധനം വലിച്ചോണ്ട് പോകണമെന്ന് തോന്നുന്നു. ഈ സാധനം വലിക്കാം. അയ്യോ, കുറച്ചുകൂടി നീക്കിടാം. പോലെ പോലെ അങ്ങനെ പോലെ കുറച്ചുകൂടി നീക്കിയിട്ടാലും സംഭവം വർക്കാവുള്ളൂ. അയ്യോ, ഇത് എന്നിട്ട് നമ്മൾ മേളിട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് ചാടി കയറി പോകണം. അങ്ങനെ നമ്മൾ തെന്നി പോകേണ്ടത്. അവിടെ പട്ടി ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിട്ട് നമ്മൾ നേരെ ലാൻഡ് ആയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എങ്ങടാന്ന് എനിക്കറിയില്ല പോകണ്ടേ. നേരെ തന്നെ പോയോക്കാം. നമ്മളെ കണ്ടു. നമ്മളെ പട്ടിനാട് നമ്മുടെ നല്ല പുറകുവരുണ്ട്. നല്ല സ്പീഡ് തന്നെ. ഓടാ സ്പീഡിങ്ങനെ ഓ ചാടി. എന്റെടാ പണി കിട്ടിയെന്ന് തോന്നിട്ടാ. വേഗം പോവാം. അവർ വണ്ടി കൊണ്ട് നമ്മളെ ഫോളോ ചെയ്യായിരിക്കും മിക്കവാറും. എടാ നല്ല പണി കിട്ടിയിട്ടോ. നല്ല ഒടുക്കത്തെ പണി കിട്ടിയിട്ടുണ്ട് നമുക്ക്. വണ്ടി കൊണ്ട് ഫോളോ ചെയ്താൽ നമ്മൾ ചുമ്മയായി. എടാ പണി കിട്ടിയോ? എനിക്ക് തോന്നണ പണി കിട്ടിയെന്നാട്ടാ. പട്ടിയുടെ ശബ്ദം കേൾക്കണ്ട് ചെറുതായിട്ട്. അല്ല വണ്ടിയുടെ അത് സോറി വണ്ടിയുടെ ശബ്ദം അറിഞ്ഞിട്ടത്. നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ട്. ചാടിക്കോ ഓടിക്കോ. എടാ വെടി വെക്കണ്. നമ്മളെ വെടി വെച്ചിട്ടാ ഗൈസ്. നമ്മളെ വെടി വെച്ച് നമ്മൾ കത്തു. അയ്യോ, എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ വിളിക്കണം എന്ന് തോന്നുന്നു. വണ്ടി വന്നേക്കാൾ മുമ്പ് വെടി ഒളിക്കണം ഗൈസ്. ഞാൻ എന്നാൽ വെടി ചെന്ന് ഒളിക്കാൻ നോക്കാം. കാണുന്നേക്കാളും മുമ്പ് ഞാൻ വിളിക്കണം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകാൻ പറ്റുന്നതാണ്. നമ്മൾ വിളിച്ചു ഗൈസ്. പിന്നെ അവരെ പുറത്ത് അവരറിഞ്ഞ എന്താ കുഴപ്പമെന്ന് മനസ്സിലാവണല്ലോ. നമ്മൾ എന്തോ സീനുണ്ട്. നമുക്ക് അവരെ കാണാൻ പാടില്ല. അവർ നമ്മളെ കണ്ടാൽ നല്ല സീനാവുമെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലാവണല്ലോ. അവിടെ വണ്ടി നിർത്തിയിട്ടേക്കാണല്ലോ. വെട്ടടിച്ചവർ കാണില്ലേ? കണ്ട് പണി കിട്ടി. നല്ല പണി കിട്ടിയിട്ടാ. ഓടിക്കോ. അവിടെ നിന്ന് പണി കിട്ടി. അയ്യോ ഇവിടെ പുറകെ നിന്ന് ഓടി വരുന്നുണ്ട്. വെടി വെച്ചാൽ നമ്മൾ ചമ്മി. അയ്യോ മരത്തട്ടി വീണു. ഷടാ, ഇവര് നമ്മളെ കൊല്ലണം എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ ഗൈസ്. ഇവിടെ നിന്നാലും ഓടണം. ഇവിടെ മരം ഉണ്ടായി. നമ്മൾ മരം കാണുമ്പോൾ ചാടണം കേട്ടോ ഗൈസ്. നമ്മൾ മരം നോക്കണം. നമ്മളെ കൊല്ലണം. നമ്മളെ ബോധം കെടുത്തട്ടോ അവർക്ക് എന്തോ നമ്മളെ ഒന്ന് നേടണം. എനിക്ക് തോന്നുന്നു നമ്മളെന്തോ എടുത്ത് ഓടിയിട്ടുണ്ടെന്ന്. നമ്മൾ അവരെന്തോ സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കള്ളനാന്ന് തോന്നി ഞാൻ. എന്തായാലും നമുക്ക് ഓടാ. അവിടെ നേരെ വരാൻ പാടില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഒളിച്ച് നിന്നിട്ട് വരാൻ പോളൂ. ഷേടാ, അത്യാവശ്യം ടഫാട്ടോ ഗെയിം. ഇവിടെ മരത്തിൽ ചാടണം. പിന്നെ അടുത്ത മരം വരുമ്പോൾ അവിടെയും ചാടണം. ഇവിടെ ബ്രേക്ക് എടുക്കുക. എന്നിട്ട് പോയി കണ്ട് ഓടണം. അങ്ങനെയാണ് ഓടേണ്ടത്.
മരം വരുമ്പോൾ ചാടണം, മരം വരുമ്പോൾ ചാടണം. ചാടിക്കോ ചാടിക്കോ. പട്ടീനെ അയച്ചിട്ടാ നമ്മൾ നോക്കി കേട്ടോ. പട്ടീനെ അയച്ചിട്ട് പണി കിട്ടി. ചാടിക്കോ 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 ചാടിക്കോ. ഓയ്യോ ഗൈസ്, നമ്മൾ നേരെ വെള്ളത്തിൻ്റെ അടിയത്. വെള്ളത്തിന് അടിക്കണ നീന്താ, മേലോട്ട് പോകണ്ട. അയ്യോ, വെള്ളത്തിന് അടിക്കണ നീന്തി നമ്മൾ ചത്തുപോയി. വെള്ളത്തിന് അടിക്കണ നീന്താ, കുറച്ച് നീന്താ. അവർ വെട്ടടിച്ച് നോക്കുന്നുണ്ട് നമ്മളെ. അയ്യോ എടാ, കുത്തിയിട്ടാ നമ്മളെ കുത്തി. എനിക്ക് നമ്മുടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. അവർ പോണവരെ വെയിറ്റ് ചെയ്യാം. ഒരു പോണവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. പോയില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിനടിക്കുക, ശരിക്കും വെള്ളത്തിനടിക്കാൻ പോകണമെന്ന്. അവർ പോണില്ലാന്ന് നമുക്ക് ശരിക്കും വെള്ളത്തിനടിയിട്ട് പോയി നോക്കാം. എന്നാൽ ശരിക്കും വെള്ളത്തിനടിയിക്കിടെ നമ്മൾ പോണേ. ശ്വാസം മുട്ടി തുടങ്ങി. ആ, ശരിക്കും വെള്ളത്തിനടിയിലെ പോയിട്ട് ഒന്നിപ്പോൾ കുഴപ്പമില്ല ഗൈസ്. നമ്മളിപ്പോൾ അവന്മാരെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അവർ വണ്ടി എടുക്കണ്. വേഗം പോവാം. വണ്ടി എടുത്താൽ ടോർച്ചടിച്ച് നോക്കും, നമുക്ക് നല്ല പണി കിട്ടും. ഇത് പന്നിയല്ലേ മരിച്ചിടക്കണേ. വേഗം ഓടാൻ. വണ്ടി ഇവിടെ നിന്ന് വളച്ചെത്തുമ്പോൾ നമുക്ക് അവിടെ ചാടാം. നല്ല രസമുണ്ട് കേട്ടോ ഈ കളിക്കാൻ. വേഗം ചാടി. അവരെ നമ്മൾ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്ര ആൾക്കാരെ, ആ 3 ആൾക്കാരെ നമ്മൾ രക്ഷപ്പെട്ടു. ഇതേ ആ പ്രസ്ഥാനം. നമുക്ക് നോക്കാം. ഞങ്ങളുടെ നമ്മൾ പോണേന്ന് മനസ്സിലാവണല്ലോ. നേരെ അതിന് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഗെയിമിൽ. ഗെയിം ഓപ്പൺ വേൾഡ് അല്ല, നമുക്ക് നേരെ പോകാൻ പറ്റുള്ളൂ. ബാക്കിലോട്ട് പോയിട്ട് കാര്യമില്ല. ബാക്കിലോട്ട് പോയാൽ അവരെ നമ്മൾ പിടിക്കും. നേരെ പോകാൻ പറ്റും. നേരെ പോയി നോക്കാം. എന്തോ പക്ഷെ ഗെയിം എനിക്ക് ഇതായിട്ട് മനസ്സിലായല്ലോ കേട്ടോ ഗൈസ്. എന്തുകൊണ്ട് എന്തോ പിന്നെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒപ്പിച്ചിട്ടുള്ളതാണ് ഇവന്മാരെന്ന് ഓർഡർ അവൻ. നിലത്തുകടി യെല്ലോ കളർ സാധനം എന്താ കോഴിയാണോ അത്? കോഴിനെ പോലത്തെ ചെറിയ കോഴികളാണ് തോന്നുന്നു. കോഴികൾ നമ്മളൊന്നും ചെയ്യില്ലല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട. ഇതിപ്പോൾ പിടിച്ച് തൂങ്ങാം. ആ, എനിക്ക് നിങ്ങളുടെ ആർഡർന്ന് തോന്നുന്നു. അത് നേരെ ഇവൻ തിരിയില്ല. തിരിയാത്ത ആ, അങ്ങനെ. ഇനി എന്താ ചെയ്യണ്ടേ? എന്തോ പസിലാട്ടോ. ഇനി ഇത്ര നേരം നമ്മൾ ചേസിങ് നടന്ന് ഇപ്പൊ പസിലായി. എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ ആ മെഷീൻ ഓണാക്കി കേട്ടോ ഗൈസ്. ഞാൻ ആ മെഷീൻ ഓണാക്കി. സംഭവം മെഷീൻ ഓണാക്കി. നമുക്ക് ആ മേളിലേക്ക് ഡെപ്പി വീഴ്ത്തണം എന്ന് തോന്നുന്നു. ആ പെട്ടി കണ്ടോ, ആ പെട്ടി വീഴ്ത്തണം നമ്മൾ. കുറച്ച് കല്ലൊക്കെ പറക്കിയിട്ടാ വീഴില്ലത്. കല്ല് നമുക്ക് പുറത്തുണ്ടാവുമായിരിക്കും. അല്ലേ? കുറച്ച് കല്ല് അതിൻ്റെ പറക്കിയിടാം. അപ്പോൾ നമുക്ക് കല്ലൊന്നും അങ്ങനെ പറക്കാനില്ല. എനിക്ക് മനസ്സിലായി. ഈ കോഴികൾ നമ്മുടെ പുറകെയല്ലോ തന്നെ. ഇതിൻ്റെ അകത്തേട്ട് വരുമോ? ഇതിൻ്റെ അകത്തേട്ട് വരികയാണെങ്കിൽ ഈ കോഴികളെ അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ പോരെ. ചെറിയ കോഴികളെ കുറവഞ്ഞില്ലേ. ഇതിന് ഇതിൻ്റെ അകത്തോട്ട് ഇതുവഴി കയറില്ല. ഇതുവഴി കയറിയാ
കേറില്ല. ഇത് ഇങ്ങോട്ട് വാ. കേറ് കേറ്. എനിക്ക് തോന്നണു ഇവിടെ തീറ്റ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിന് ഉള്ളിട്ട് കയറിയിരിക്കൂലേ. തീറ്റ നമ്മുടെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്ക്. ഇവിടെ സാധനങ്ങൾ നിൽക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് തിരിക്കാം. ഓ എനിക്ക് ഇവിടെ നമ്മൾ കാറ്റ് വലിച്ചെടുക്കണേ. അവിടെ നിന്ന് കാറ്റ് വലിച്ചെടുത്തിട്ടാണ് അങ്ങോട്ട് പോണത്. നമുക്കന്ന് ഓടിച്ചെന്ന് അവിടെ ചെയ്താ വന്നില്ലല്ലോ. അത് പെർമനൻ്റ് ആയിട്ട് ഓണായിരിക്കണം, എന്നാലും നമുക്ക് വെച്ചോളൂ. ഓടി 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 ഓടിയോ. എന്താ ചെയ്യേണ്ട കൈസ് നമുക്ക് മനസ്സിലാവണല്ലോ എനിക്ക്. എനിക്ക് മനസ്സിലായി കൈസ്. കോഴികളെ നമ്മുടെ പുറകെയല്ലോ തന്നെ, കുറച്ച് ഡിലേ ആയിട്ടല്ലോ വന്നത്. ഇവിടെ വരെ പോവുക. എല്ലാം നമ്മളെടുത്തിട്ട് വരും. അതുകൂടി പറയട്ടെ, ലാസ്റ്റ് വണ്ണും കൂടി പറയട്ടെ. രണ്ടുമൊക്കെ തിരിച്ച് വേഗം നോടാം. വേഗം നോട്. വേഗം 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 എന്നിട്ട് അത് പിടിക്കുക, വലിക്കുക. അതെ, വർക്കായി. നമ്മുടെ പ്ലാൻ വർക്കായിട്ടോ. ചത്തുപോയോ അതൊക്കെ? ഇല്ലോ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇനി കോഴികൾക്ക് നമ്മുടെ പുറത്ത് വരാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ലേ. നമുക്ക് നമ്മുടെ പുറത്ത് വരാൻ പറ്റില്ല. അവർക്ക് വരാൻ പറ്റില്ല. നല്ല ഐക്യമുള്ള പസിലാട്ടോ തന്നെ. നല്ല പാടുണ്ട് കളിക്കാൻ. എനിക്ക് നേരെ അയ്യോ ചത്ത്. ഈ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ട് ചാടണേന്ന് തോന്നുന്നു. ഞാൻ നേരെ നല്ലൊരു അടിപ്പോയി. ഞാൻ നേരെ ഇനി പന്നിക്കൂത്തിൻ്റെ കൂടിനുള്ളിട്ട് ചാടാം. ചാടി. ഒയ്യോ, ചത്താ? ഇല്ല. ഇനി എന്താ വേണ്ടേ? അത് വലിക്കണം എന്ന് തോന്നുന്നു. ഇത് വലിക്കാം. ഇത് വലിച്ചിട്ട് അവിടെ കൊണ്ടിടാം. ഇവിടെ കൊണ്ടിട്ട് നോക്കി പിന്നെ മേളിട്ട് കയറാം. എനിക്കിപ്പോഴും ഗെയിം മനസ്സിലായുള്ള കേട്ടോ. പക്ഷേ ഗെയിം എന്താ സംഭവം എന്ന് മനസ്സിലാകണല്ല. നമ്മൾ എന്തിനു വേണ്ടി കുറച്ച് നമ്മളെ പിടിക്കാവുന്ന അത്ര ആൾക്കാരില്ലേ, അവന്മാരെന്തിനും നമ്മൾ പേടിച്ച് ഓടിയത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായുള്ള. നിങ്ങൾക്ക് ആർക്കും അറിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഗെയിമിൻ്റെ സ്റ്റോറി എന്നാണ് എനിക്ക് മനസ്സിലായുള്ള. ചെളിയുടെ ഉള്ളിൽ നമ്മൾ നടക്കണം കേട്ടോ. അടിക്കട പോകാൻ പറ്റുമോ? അടിക്കട പോകാൻ പറ്റുമെന്ന് തോന്നല്ല. എനിക്ക് തോന്നുന്നു വല്ല ബോക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്നാവും. ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മേടിക്കാൻ കയറാൻ പറ്റും. പക്ഷെ ബോക്സ് ഒന്നും കാണണില്ല. ഒന്നുമില്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നുമില്ല കണ്ട. ഒന്നുമില്ല. ഇല്ല, എൻ്റെ മേളിൽ നിന്ന് ഉണ്ടായിരിക്കും. നമുക്ക് പടച്ച് കയറാൻ പറ്റൂലേ? ഇല്ല, കയറാൻ പറ്റില്ല. ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ അടിക്കട പോകണം, അല്ലെങ്കിൽ മേളിക്കട പോകണം. മേളിക്കട പോകാൻ പറ്റില്ല. അടിക്കടി ആയിരിക്കും പോകണ്ടേ. അടിക്കട പോകണേ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ലല്ലോ. അത് പിടച്ച് കയറാൻ പറ്റൂടെ? അതിൽ ഓട്ടയുണ്ടല്ലോ. പക്ഷേ ഞാൻ ചുമ്മാ ഞാനൊന്ന് കൺട്രോൾ മാറ്റട്ടെ കേട്ടോ. എനിക്കിത് ഇപ്പോൾ ആരോ കീ കൊണ്ട് കളിക്കണം. എനിക്ക് WSD ആണ് കുറച്ചുകൂടി വശം. ഇപ്പോൾ ഞാൻ WSD ആയിട്ട് ആക്കുകയാണ്. ഈ ആരോ കീ വയ്ക്കുമ്പോൾ എനിക്ക് ലെഫ്റ്റ് കൊണ്ട് കളിക്കണം, മറ്റേതാണെങ്കിൽ റൈറ്റ് കൊണ്ട് കളിച്ചേ. കീബോർഡിൽ പോവുക. അപ്പിന് ഞാൻ W കൊടുക്കും. അയ്യോ, അപ്പിന് ഞാൻ W കൊടുക്കും. ഡൗണിന് ഞാൻ S കൊടുക്കും. ലെഫ്റ്റിന് ഞാൻ A കൊടുക്കും. റൈറ്റിന് ഞാൻ D കൊടുക്കും. പിന്നെ ഗ്രാബ് ഉണ്ടല്ലോ, അതെങ്ങനെയാവും? ജമ്പിന് ഞാൻ കൊടുക്കണത് എന്താ പറഞ്ഞാൽ സ്പേസ് ബാർ. ഗ്രാബിന് ഞാൻ ഷിഫ്റ്റും കൊടുക്കാം.
ഗ്രാഫിക്സ് എങ്ങനെയാ? റൈറ്റ് റെസൊല്യൂഷൻ എങ്ങനെയാവും? നോർമല്, ഫുൾ സ്ക്രീൻ, അയ്യോ ഓൺ ഓൺ, ബാക്ക്, പിന്നെ ബാക്ക് റെസ്യൂ. ഇപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും എനിക്ക്. അയ്യോ ഇതെന്ത് പറ്റി? ഒയ്യോ ഇതെന്താ ചെയ്യണത്? എന്താ ചെയ്യേണ്ടത് നമ്മൾ? എനിക്ക് മനസ്സിലാവണല്ലോ. എടാ എൻ്റെ പുറകെ വന്നടാ അത്. വേന്നോട് വേന്നോട് വേന്നോട്. എടാ എനിക്ക് മനസ്സിലാണ്. തീർന്നു, സ്ഥലം തീർന്നു, സ്ഥലം തീർന്നു, സ്ഥലം തീർന്നു. ഓ എന്തുണ്ട്? എടാ ഇവിടെ എന്താ? ആ അവിടെ കിടക്കണ ആളെ എനിക്ക് മനസ്സിലാവണല്ലോടാ. ഈ പന്നീനെങ്ങനെ മാറ്റണമല്ലോ. ആ ചത്ത്. ഈ കിടക്കണ ആളടാ അവിടെ. എടാ ഈ പേടിയാവണ്ട. ഇതെന്ത് സംഭവം ഇത്? എടാ എനിക്ക് ഇതിൻ്റെ മേളിൽ പോകണം. എങ്ങനെയാ? പന്നീനെ വലിച്ചിട്ടേ അവിടെ കൊണ്ടുപോയിടാം. എന്തൊറ്റി? ആ എനിക്ക് തോന്നുന്നു ആ പന്നീരുടെ അടുത്തുള്ള അട്ടയുണ്ടല്ലോ, അട്ട അതിന് ഇൻഫെക്ഷനാന്ന് തോന്നുന്നു. നമ്മൾ പറിച്ചുള്ള ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പന്നിക്ക്. ചാടി 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 ആ ചാടി. എന്ത് ചത്തോയാ നമ്മള്? എടിപ്പം മനുഷ്യൻ എണീച്ചടാ. എടാ ഇത് നോക്കി. എടി ഇവര് മനുഷ്യന്മാരില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കാണിക്കണ തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. ഓ തേടാ പെരുമാറ റോബോട്ടാന്ന് തോന്നുന്നു. ഞാൻ എന്തിപ്പോൾ ചാടുകയാണെങ്കിൽ ചാടും, ഇങ്ങനെ നീക്കുകയാണെങ്കിൽ നീങ്ങും. എല്ലാം എന്നെ പോലെ തന്നെ ചെയ്യണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവണം എനിക്ക്. ഞാൻ പുറകേട്ട് വലിക്കുന്നുണ്ട്. എല്ലാം വീണു കേട്ടാ. എല്ലാം വീണു. ഞാൻ ഡിസ്കണക്റ്റ് ആയിരുന്നു. എനിക്കിൻ്റെ മേളിലോട്ട് കയറാമല്ലോ. നമുക്ക് റോബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത്. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ചാടി എന്നാ ഇതിൻ്റെ അപ്പുറത്ത് എന്താവോ നോക്കട്ടെ. എന്താന്ന് എന്താ? നമ്മൾ രക്ഷപ്പെട്ടു തോന്നുന്നുണ്ട് ഗൈസ്. ഇതെന്തോ സോംബി അപ്പോക്കലിപ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അതാന്ന് തോന്നുന്നു. മൊത്തം വൈറസായ സ്ഥലമാണെന്ന് തോന്നുന്നു നമുക്ക്. ഇപ്പം നമ്മളെ കണ്ടപ്പോൾ വിചാരിച്ചാണ് നമ്മൾ സോംബിയാന്ന് വിചാരിച്ചാണ് നമ്മളെ കൊല്ലാൻ വന്നത്. എനിക്കതാണ് തോന്നണം. ഇവിടെ മൊത്തം കണ്ടോ റോബോട്ട്. ആ റോബോട്ട്സല്ലേ കുഞ്ഞിക്കണേ, ആ തല കത്തിക്കണേ. എനിക്ക് റോബോട്ടായിട്ട് തോന്നണേ. റോബോട്ട് എനിക്ക് തോന്നുന്നു ഈ റോബോട്ട്സിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനാണ് തോന്നുന്നു ഇവരുണ്ടാക്കിയാണ്. സോംബീസൊക്കെ വരുമ്പോൾ മേളിൽ ചങ്ങല കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചാടാനാന്ന് തോന്നുന്നു. ഇപ്പം നമ്മളെന്ത് ചെയ്യും? ആ ഇവിടെ പിടിച്ച് ഉന്താ. ചേടാ എനിക്ക് മനസ്സിലാണല്ലോ. ഇനി നമ്മളെന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് പിടിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് താത്താം. അപ്പോൾ അങ്ങ് ചങ്ങല പിടിച്ച് തന്നാലോ. ചങ്ങല പിടിച്ച് തൂങ്ങാം. ചങ്ങല പിടിച്ച് മേളിട്ട് കയറി പോകാലോ. ചാടി എന്നിട്ട് മേളിട്ട് കയറിയിട്ട് എന്താ മേളിലെന്താ ഉള്ളത്? മേളിൽ ചാടി സെറ്റ്. ചില്ല് പൊട്ടിച്ച് പോകണം നമ്മളിനി. എനിക്ക് ആ കോഴിയുടെ ശബ്ദം. അതെ കോഴി. എന്ത് കറുത്ത കോഴിയാ? അല്ല കോഴിയല്ല കേട്ടോ, അത് കോഴിയല്ലായിരുന്നു.
എടാ അതിൻ്റെ മേളിലെന്തോ സാധനം വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ തലയിട്ട് വീഴുമോ? വേഗം ഓടാം. ഇല്ല കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ മണ്ടായിട്ട് പിടച്ച് കയറണം. എന്താ ഇത്? ഇവിടെ എന്തോ സാധനം കേട്ടോ. ഓ, ഇത് പൊക്കാനും താത്താനും പറ്റൂട്ടോ. പൊക്കാനും താത്താനും പറ്റുന്ന സാധനമാണിത്. ശരിക്കും മുക്കി വെച്ചിട്ടുണ്ട്. നിർത്താന്നല്ല ഇടന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മണ്ടയിട്ട് കയറണം. ഇവിടെ നിന്ന് ചെയ്തില്ല കേട്ടോ, സോറി. ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം ചാടി. എനിക്ക് തോന്നുന്നു അതിൻ്റെ മണ്ടയിട്ട് പടച്ച് കയറുമെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് മനസ്സിലായി. താത്തിക്ക സാധനം താത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഉന്തിച്ചുണ്ട് മണ്ടിട്ട് വെക്കാം. ഇത് ചാടാൻ സിമ്പിളല്ലേ ഇപ്പോൾ? ചാടി നോക്കാം കേട്ടോ. ഓ ചാടി. അയ്യോ, ചാടിയാ തീർന്ന്. നല്ല പസിലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നേരം മുമ്പ് നമ്മളെ വെടിവെക്കാൻ വന്നില്ല ആൾക്കാരില്ലേ, അവരൊക്കെ പോയി തോന്നുന്നു കേട്ടോ. എനിക്ക് ചാടാൻ പറ്റില്ലല്ലോ. കുറച്ച് വഷായുണ്ട് ഇപ്പോൾ കയ്യിൽ. ചാടാനൊക്കെ കുറച്ച് സിമ്പിളാണ്. എടാ നമ്മൾ ഞാൻ പറഞ്ഞോട്ടെ, നമ്മളിങ്ങോട്ട് വെയിറ്റ് കൂടില്ല, അങ്ങോട്ട് പൊട്ടുമത്. എനിക്ക് തോന്നുന്നു പണി കിട്ടും കേട്ടോ. നമ്മൾ വീഴിരിക്കും. എടാ പണി കിട്ടി. അയ്യോ ചത്ത്. ഷടാ, അങ്ങനെ നമ്മളെങ്ങനെ ചെയ്യും നമ്മളത്? ഇവനൊന്ന് കുറച്ചും കൂടി ഇങ്ങനെ അടുക്ക്. ഇപ്പം അടിയായിട്ട് നമ്മൾ കുഴിഞ്ഞു പോയടാ. നമ്മളെ ബോക്സ് ഇട്ടില്ലേ, അവിടെ കുഴിഞ്ഞു പോയിട്ടോ ഗൈസ്. അയ്യോ ഇപ്പം ചത്തനെ. ആ ബോക്സ് ഇട്ട സ്ഥലത്ത് കുഴിഞ്ഞു പോയി. നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ ചാടാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചാടാം. ഈ ബോക്സ് ഇട്ട സ്ഥലം കുഴിഞ്ഞു പോയി. അയ്യോ ഗൈസ്, ഇവിടെ ഒന്ന് തിളങ്ങണ്ടല്ലോ. അതിൻ്റെ ഉള്ള ഒന്ന് മോൺസ്റ്റർ വല്ലതും ഉണ്ടോ? ഇങ്ങോട്ടും വഴിയുണ്ട് അങ്ങോട്ടും വഴിയുണ്ട്. നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഗൈസ് ഇതെന്താ ഗൈസ്? ഞാൻ എന്താ പൊട്ടിച്ചു വന്നിട്ടോ. ഗൈസ് സത്യം പറയാം നല്ല പേടിയാവുന്നുണ്ട് ഗൈസ് എനിക്ക്. നല്ല ഡാർക്കൊക്കെ ആയിട്ട് നല്ല ഹൊറർ വൈബാണ്. ഞാൻ അവിടുത്തെ എന്താ പൊട്ടിച്ചു കളഞ്ഞ് വർക്കാണല്ലോ ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഇങ്ങടെ എന്തെങ്കിലും പോകണമെന്ന് തോന്നുന്നു. ഞാനവിടെ തുറന്നപ്പോൾ അവിടുത്തെ സാധനം വന്നിട്ടോ. ആ ഡോറ് തുറന്നു. എനിക്ക് വീണ്ടും റോബോട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. തലയിൽ ഫിറ്റ് ചെയ്തു. അതേ റോബോട്ട്. 2 റോബോട്ടും കൂടി വന്നു. അത് ശരി. ഇവിടെ ഒരാൾക്ക് ഇവിടെ നിർത്തണം, മറ്റോടത്ത് നിർത്തണം. അതെങ്ങനെയാവോ? കേസ് എനിക്ക് തോന്നണം എന്താണെന്നറിയോ, ഇത് ഓഫ് ചെയ്തിട്ട് ഇതില്ലേ ഇങ്ങടാക്ക്. എന്നിട്ട് ഇത് ചെയ്ത് നോക്കാം. ചെയ്തു കിട്ടാം. നമ്മൾ ചെയ്തു. ഗെയ്സ് കുറച്ച് നല്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല നല്ല ഗെയിമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
നല്ല ഗ്രാഫിക്സും ഉണ്ട്, ലാഗുമില്ല, പെർഫെക്റ്റ്. ആ ഇതിൻ്റെ മുമ്പ് 2 ഗെയിം ഇട്ടുണ്ട് കേട്ടോ. ഒന്ന് മൈൻക്രാഫ്റ്റും ഒന്ന് സ്കൂൾ ബോയ് റൺവേ എന്നും പറഞ്ഞൊരു ഗെയിമുണ്ട്. അത് രണ്ടും ഞാൻ കളിച്ചു വിട്ട്. സ്കൂൾ ബോയ് റൺവേയിൽ ജയിച്ചില്ല. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കളിക്കാൻ വരണം കൂടി. ഒരു എപ്പിസോഡ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇൻസൈഡ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ. അയ്യോ ഗൈസ്, ഇതെന്താവും ഞാൻ നടുക്കിൽ ആ വെട്ടം പോയ സാധനമല്ലേ വീണ്ടും. എനിക്ക് തോന്നുന്നു നമുക്ക് ആ വെട്ടത്തിൻ്റെ അടുത്തായിട്ട് പോകണമെന്ന് തോന്നുന്നു. ചാട് എത്തിയില്ലടാ. ഇങ്ങോട്ട് വരാൻ വഴിയുണ്ട് കേട്ടോ. നമുക്ക് ആ വഴി ഇങ്ങനെ പോയി നോക്കാം. കൃത്യസമയത്ത് ചാടിയില്ലാത്തതുകൊണ്ടാണ് അവിടെ പിടിക്കാത്തത്. നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ചാടി, പെർഫെക്റ്റ്. ദേ നമ്മളെ കണ്ട റോബോട്ട്സിലത്. ആ റോബോട്ട്സിനെ ആരാ നടത്തിക്കുക കേട്ടോ. അത് മനുഷ്യൻ. ആ ചുമ്മാ നിൽക്കണത് മനുഷ്യൻ. നിലത്തിലടിപ്പോയി. ഞാൻ വിചാരിച്ചത് ആൾ പിടിച്ച് കൊന്ന് വിചാരിച്ചത്. വേറെ കുറച്ച് ഗെയിംസ് ഉണ്ട്, പ്രിൻസ് ഓഫ് പേർഷ്യ എന്നൊക്കെ പറഞ്ഞ ഗെയിംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ കളിക്കാം. എനിക്ക് വലിയ ലാഗില്ലാത്ത ഗെയിമാണ്. ഗ്രാഫിക്സ് കുറവാട്ടോ അതിനനുസരിച്ച്. എടാ ആ നിങ്ങൾ അടിയിട്ട് വന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചളഞ്ഞല്ലേ, ഈ പ്രാവശ്യം പറിച്ചളയാനുള്ള. കുറച്ചൊക്കെ നിന്ന് നോക്കാം നമുക്ക്. വല്ലതും വർക്കാവുകയാണെങ്കിലോ. നേരെ പോയങ്ങടാ, നേരെ പോയാൻ കൊടുവില്ല. ഏസ് ഒന്നും മഞ്ഞില്ലാന്ന് തോന്നുന്നു. നമുക്ക് പറിച്ചളയാം. അത് തുറന്നൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല, ഒന്നുമില്ല. ആ സാധനം എന്താണെന്ന് ചോദിച്ചിട്ടാണല്ലോ. എന്തോ ഒരു നല്ല സാധനമാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എങ്ങോട്ട് പോവും? ആ ഇതിൻ്റെ മണ്ടയിട്ട് തിരിച്ചു കയറാം. അയ്യോ ചത്ത്. ഭയങ്കര ടഫാട്ടാ ഇതിൽ. പാർക്കൂർ ഭയങ്കര ടഫാ. ചാടിക്കോ. മേളിട്ട് പോയേക്കാം. കഴിഞ്ഞ വർഷം താട്ട് പോയി, പക്ഷെ മേളിട്ട് പോയേക്കാം. ഇതിൻ്റെ മണ്ടയിട്ട് പിടച്ചേറ. ചാടിക്കോ. ഇത് തെണ്ടല്ലേ. ഇപ്പം തെന്നിക്കൊണ്ടെങ്കിൽ പിന്നെ നിലത്തിടന്നെ നമ്മൾ. ഇതൊടിയോ ഈ കോലി? ഇത് ഒടിഞ്ഞ്. ഞാൻ പറഞ്ഞ് നാവെടുത്തില്ല കേട്ടോ. അയ്യോ കോല് ഒടിയോന്ന് വെച്ചപ്പറ്റി ഒടിഞ്ഞ കോല്. എന്താ ഇവിടെ എന്തോ സീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറേ നേരമായിട്ട് ഭയങ്കര സൈലൻ്റാ. എന്തോ സീനുണ്ട്. അയ്യോ ഞാൻ എപ്പോഴും ചത്തോണ്ടിരിക്കുകയാണല്ലോ. ഈ റോബോട്ട് നമ്മളെ കണ്ടാൽ കുഴപ്പമില്ല കേട്ടോ. റോബോട്ടിന് നമുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും, അവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ എത്തിയിട്ട് അങ്ങനെ പൈപ്പിൽ കൂടെ ഇറങ്ങി പോവാം. നിലത്തിറങ്ങി ചെന്നിട്ട് റോബോട്ട് നമ്മളെ കണ്ടാലും കുഴപ്പമില്ല കേട്ടോ. റോബോട്ട് നമ്മളെ കണ്ടാലും കുഴപ്പമില്ല കണ്ടോ. ഇത് പൊളിക്കാൻ പറ്റുമോ? പൊളിച്ച്. ഈ റോബോട്ടാണോ ഈ മനുഷ്യന്മാരെ ഇങ്ങനെ ആക്കി എടുത്താണോ എനിക്കറിയില്ല കേട്ടോ. റോബോട്ടാണെന്ന് എനിക്ക് തോന്നണം. തെന്നിപ്പോയി സെറ്റ്. എന്താ ചാടിപ്പോയി അവിടെ നിന്ന്? ഈ എലിയാണത്. എലിയാണ്. എത്തൂല, അവിടെ എത്തൂല. അവിടെ ചാടിയാലും എത്തൂല. അങ്ങനെ നമുക്ക് കാണിച്ചു നോക്കാം. ഇത്രയും മേളിലാണ് എത്തുള്ളൂ. ഓ പാടാ എത്തൂല. നമുക്കെന്നാ ഇവിടെ സ്റ്റെപ്പ് തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്. നമുക്ക് കാണിച്ചു നോക്കാം. ഈ സ്റ്റെപ്പ് അങ്ങനെ മറിച്ചിടാൻ പറ്റില്ലേ? ആ മറിച്ചിടാൻ പറ്റും.
സ്റ്റെപ്പ് മറച്ചിട്ട് നമ്മൾ കയറിപ്പോയി. താത്ത് എടാ, താത്തണ്ട പൊക്കിക്കോ. അതെന്തോ വലിയ റോബോട്ടാട്ടോ, നല്ല പണി കിട്ടും നമുക്ക്. ഇവിടെ കുറേ മനുഷ്യന്മാരാണോ റോബോട്ടാണോ എനിക്കറിയില്ല. റോബോട്ടാന്ന് തോന്നുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് മനസ്സിലായി. ഇലക്ട്രിസിറ്റി ഓണാക്കുമ്പോൾ റോബോട്ട് ഓണാവും. ഇലക്ട്രിസിറ്റി ഓണാക്കിയാലാണ് നമുക്ക് മറ്റേ ലിഫ്റ്റിൽ കയറി പോകാനും പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരെന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടിറങ്ങുന്നു തോന്നുന്നുണ്ടാവും. ഇവരിങ്ങോട്ട് നോക്കണം. അയ്യോ, പണി കിട്ടി. ഓ, പിടിച്ച്. ആ ലൈറ്റിൽ നമ്മൾ വരാൻ പാടില്ല. ലൈറ്റിൽ വന്നാൽ നമ്മളെ പിടിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ലൈറ്റ് കൂടെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി തൂണിൻ്റെ പുറകെ ഒളിച്ചിരിക്കുക. തൂണിൻ്റെ പുറകെ ഒളിച്ചിരുന്ന കുഴപ്പമില്ല. പോയി നമ്മൾ രക്ഷപ്പെട്ടിട്ടാ. ഈ റോബോട്ട് എന്തിനാണ് ഉണ്ടാക്കി വെച്ചാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും എനിക്ക് സ്റ്റോറി എന്തിൻ്റെ മനസ്സിലാവുള്ളൂ, അതാ പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾക്ക്. എനിക്ക് സ്റ്റോറി മനസ്സിലാവണല്ലോ അതിൻ്റെ. നമ്മുടെ രക്ഷപ്പെട്ടോ? ഇതൊടിയില്ല. ഏയ്, ഒടിയില്ല. അയ്യോ, വീണ് കേറി വീണ്. അയ്യോ, നമ്മളെ റോബോട്ടിനെ പോലെ കാണിക്കണം തോന്നുന്നു കേട്ടോ. നടക്കാം. നമ്മൾ റോബോട്ടിനെ പോലെ തന്നെ കാണിക്കാം. പണി കിട്ടിയോ? നമുക്ക് അവരെ പോലെ തന്നെ കാണിക്കാൻ പറ്റില്ലെങ്കിലും ഏകദേശം കാണിക്കാൻ പറ്റും. റോബോട്ടിന് ശരിക്കും ഡൗട്ട് അടിക്കണ്ടോ നമ്മളെ? പണി കിട്ടി. അടുത്ത് നമ്മളടച്ചാറല്ലേ? ഇത് മനുഷ്യരിലാ നിൽക്കണേ. എനിക്കൊരു മനുഷ്യർക്ക് ഈ റോബോട്ട് വിൽക്കാനാ തോന്നുന്നു. നമ്മൾ പക്ഷെ മനുഷ്യനല്ലല്ലോ. നമ്മൾ പക്ഷെ മനുഷ്യനാണല്ലോ. ഈ റോബോട്ട്സും ആർക്കും ഡൗട്ട് അടിക്കല കേട്ടോ. ആർക്കും ഡൗട്ട് അടിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യണേ. ആർക്കും ഡൗട്ട് അടിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. അയ്യോ, ഞാൻ നേരത്തെ തിരിഞ്ഞു പോയിന്നേ. ഞാൻ തിരിയുമെന്ന് വിചാരിച്ച സമയത്തെങ്കിലും അവർ തിരിഞ്ഞില്ല. ശരാ, ഇപ്പം എന്നിട്ട് അയ്യോ വീണ്ടും പണി കിട്ടി. കൃത്യം ചെയ്യണമല്ലേ? അയ്യോ പണി കിട്ടി. അത് ഞാൻ തിരിയണതിനാ അറിയാണ്ട് തിരിഞ്ഞു പോണേട്ടാ. ഭയങ്കര ഇതാട്ടാ, ദേഷ്യം വന്നിട്ടാ. പതിയെ ചാടിയില്ല. ചാടാൻ മറന്നുപോയി. ബട്ടൺസ് മാറ്റിയല്ലേ ഉള്ളൂ. അത് കാരണം W എന്ന് വിചാരിച്ചു ചാർന്ന സ്ഥലം. ഞാൻ W പിടിച്ചേക്കി, ചാടിയില്ല. ഇതാട്ടോ അടുത്ത് നമ്മളാണ് തിരിയണ്ടേ. തിരിയണം അങ്ങനെ.
അവർ ചെയ്യണ പോലെ തന്നെ ചെയ്യണം. പുറത്തിറങ്ങിക്കോ. ആ ഇറങ്ങി. നമ്മളെ തന്നെ പിടിക്കണേ. ആ ഇനി കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ല. അല്ല വരും വരും, ആ സാധനം വരും. വന്നില്ല. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പിടിക്കില്ല കേട്ടോ. ആ ലൈറ്റ് പോണ അത്ര നേരം നമ്മളെങ്കിൽ പിടിച്ചെന്നായി. ലൈറ്റ് പോണ അത്ര നേരം പിടിച്ചിരിക്കണം കേട്ടോ. ലൈറ്റ് പോയിട്ടില്ല തോന്നുന്നു. ഇവിടെ മനുഷ്യർ നിൽക്കുന്നുണ്ട്. നമുക്ക് റോബോട്ടിനെ പോലെ തന്നെ ചെയ്യണം. പട്ടി നമ്മളെ പിടിക്കാൻ പറഞ്ഞിട്ടോ പിടിച്ച് തിന്ന്. എടാ തിന്നറ നമ്മളെ നമ്മൾ ചത്ത്. ശേ പട്ടി കണ്ടാ ഓടിക്കോ, ഒന്നും നോക്കണ്ട. ഞാൻ അടുത്ത ചേസിങ് കാട്ടാ നമ്മൾ കാണാൻ പോണേ. അടുത്ത ചേസിങ് സീനാണ് കാണാൻ പോണേ. പട്ടിക്ക് ഡൗട്ട് അടിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള തന്നെയാണ് കേട്ടോ. ഓടിക്കോ. പട്ടിക്ക് ഡൗട്ട് അടിച്ച് ചാടിക്കോ. അയ്യോ മനുഷ്യരാണ് നിൽക്കണേ. അല്ല റോബോട്ട്. ദേ പട്ടി വീണ്ടും പഞ്ഞി. ഈ പട്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ ഇങ്ങോട്ട് വാ. അപ്പോൾ അങ്ങോട്ട് വാ. പറ്റിച്ചേ ഇങ്ങോട്ട് വാ. ആ വന്നു. നേരെ ഓടിക്കോ. അയ്യോ ആ എനിക്ക് മനസ്സിലായി. ഈ ട്രെയിനങ്ങ് ഉണ്ടാ പ്രശ്നം തീർന്നില്ലേ. നമ്മൾ രക്ഷപ്പെട്ടു, പട്ടി രക്ഷപ്പെട്ടു. പട്ടിക്കെന്താ പേ പിടിച്ച പട്ടിയാന്ന് തോന്നുന്നത്. സാധാ പട്ടി ഞാനും പേടിക്കില്ല. പേ പിടിച്ച പട്ടീനാണ് പിന്നെയും പേടി. റോട്ട് വീലർ അങ്ങനത്തെ പട്ടീനൊക്കെയാണ് പേടിക്കും കേട്ടോ. ഇനി ഇറങ്ങാം. എനിക്ക് തോന്നാ ഇതിവിടെ വരെ കൊണ്ടുപോകാൻ പാടില്ല. കുറച്ചുകൂടി കൊണ്ടുപോകണം തോന്നുന്നു. ആശ കൊണ്ടുവന്ന് തോന്നുന്നത്. ഇവിടെ വരെ കൊണ്ടുപോയി നോക്കാം. ചില്ലൊക്കെ പൊട്ടിക്കാൻ നോക്കാം. പൊട്ടൂല. ഈ പെട്ടി ആശ കൊണ്ട് തോന്നുന്നു. അതിൻ്റെ ഉള്ളിട്ടം കൊണ്ടുപോയേക്കാം. ആ മനസ്സിലായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാനേ ചുമ്മാ കൊണുന്നു. ഇതടച്ചേ ഇത് പുറകെട്ട് വലിച്ചേ. എന്നിട്ട് അവിടെ ലാൻഡ് ചെയ്യണം. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളത്. നല്ലോണം ബുദ്ധി ഉപയോഗിക്കണം. എന്നിട്ട് നമ്മൾ ഈ സാധനം നീക്കിയിട്ട് ആ ബട്ടണിൽ കൊണ്ടുവയ്ക്കണം. അപ്പം ഈ ഗേറ്റ് തുറക്കുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഈ സാധനം ഉന്തി അവിടെ വരെ എത്താൻ പറ്റും. ഉന്തിക്കോ നോക്കണ്ട. പുറകെ നിന്നുണ്ടാവും. കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും. ഉന്ത് വണ്ടി. ഇതെവിടം വരെ പോകും ഇങ്ങനെ? നമ്മളെങ്ങനെയാവും ഇതിൽ രക്ഷ പറഞ്ഞാൽ മനസ്സിലാവണം. എനിക്ക് തോന്നുന്നു വല്ല കാട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുമായിരിക്കൂലേ. അല്ലെങ്കിൽ അപ്പോൾ ക്ലിപ്റ്റൊക്കെ ആയിട്ടുള്ള സ്ഥലത്തിന് രക്ഷ പറഞ്ഞായിരിക്കും. മേളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ ഇവിടെ നിന്നാലാണ് വർക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാലാട്ടോ കൈസ് വർക്കാവുള്ളൂ. ഈ പെട്ടി എടുക്കാൻ പറ്റുമോ നമുക്ക്? എടുക്കാൻ പറ്റുന്ന പെട്ടിയാണോ? അയ്യോ അറിയാണ്ട് പറ്റിയതാ കൈസ്. എനിക്ക് തോന്നണു
ഈ ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്താട്ടോ ഗൈസ്. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് പഴ്സലാണിത്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്താം. ഓ, ഞാൻ റോബോട്ട് കണക്റ്റായിട്ട് അടുത്ത റോബോട്ട്, ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാം, ഇവിടെ ആയിട്ട് വെക്കാം. ചാടിക്കോ, ഇവിടെ വെച്ചോ, എന്നിട്ട് ഊര് ചാട്. ഇപ്പം ഈ റോബോട്ട് കണക്റ്റ് ആവും. ഇതൊന്നും ഉണ്ടാ ഷേടാ, എൻ്റെ ബുദ്ധി ഒരു സീൻ തന്നെ. കണ്ട, അപ്പം അവിടെ നമ്മൾ രക്ഷപ്പെട്ടു, ഇവിടെ എത്തി. എനിക്ക് പറഞ്ഞത് ഇവിടെ വയ്ക്കാം, എന്നിട്ട് ഈ സാധനം അമർത്തുമ്പോൾ താഴത്തെ സാധനം തുറക്കും. അയ്യോ, അങ്ങനെയല്ല കേട്ടോ. ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. ഇനി നാളെ കാണിക്കാൻ എന്താ പറ്റണേന്ന്. ഇതിൻ്റെ അകത്തേട്ടല്ല, ഇവിടെ അവനെ കൊണ്ട് നിർത്താം. ഇനി അടുത്ത എപ്പിസോഡ് കാണിക്കാം ഇതിൻ്റെ അകത്ത് എന്താന്ന്. ശരി, എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. പിന്നെ നാളെ കാണാം. ശരി.